Praise the Lord. ഈ മനുഷ്യന് തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിലുണ്ടല്ല, നമ്മുടെ കോൺഫിഡൻസ് എന്ന് ശരമിള പറഞ്ഞില്ലേ, അതാണ് ഈ പ്രശ്നം. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ തൃപ്തിയാണ്. നമ്മളത് അനുഭവതലത്തിൽ വരുന്ന ശരമിള പറഞ്ഞ കോൺഫിഡൻസ് നമ്മുടെ തൃപ്തിയാണ്. പക്ഷെ മനുഷ്യന് തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനെന്നാ ഒരു മാർഗമുള്ളത്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ മേലെല്ലാം അഭിഷേകം ഉണ്ടാകണം. കാര്യം അഭിരുചിയാണ് പ്രശ്നം. അഭിരുചിയും ആത്മാഭിഷേകവും തമ്മിൽ വളരെ കണക്റ്റഡാണ്. അഭിരുചി ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പഴയകാല സിനിമാ നടി ഉണ്ടായിരുന്നു, നമുക്ക് ഞാൻ പേരൊന്നും പറയണില്ല. കർത്താവിൻ്റെ വചനവേദികളിൽ ഞാൻ ഇങ്ങനെയുള്ള റെഫറൻസ് സാധാരണ ഒഴിവാക്കുന്നതാണ്. ഇപ്പം ഈ ഒരു വിഷയം വന്നതുകൊണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടി അവർ ഇൻ്റർവ്യൂവിന് പറഞ്ഞത് പണ്ടത്തെ കാലം, അതായത് 60-70കളിലൊക്കെ ഉള്ള കാലം, സിനിമാ നടി മലയാളികളുടെ അഭിരുചി വണ്ണമുള്ള നടികളെയാണ്, കൈയൊക്കെ വണ്ണമുള്ളത്, മുഖമൊക്കെ വണ്ണമുള്ളതൊക്കെ വലിയ നടികളെയായിരുന്നു മലയാളികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് സ്ക്രീനിൽ. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ വെണ്ണ കഴിക്കുമായിരുന്നെന്നാണ്. വെണ്ണയും ചോറും കഴിക്കുമായിരുന്നു രാവിലെ എഴുന്നേറ്റ്. സൈറ്റിൽ നിന്ന് ഓരോ ഷോട്ട് കഴിയുമ്പോഴും വന്ന് വെണ്ണയും ചോറും കഴിച്ചുകൊണ്ടിരിക്കും, വണ്ണം വെച്ചിരിക്കുക. ഇപ്പം മാറി. ഇപ്പം എന്താ, രാവിലെ ഒരു ഗ്ലാസ്, ഇപ്പോഴത്തെ സൈറ്റിലേക്കുള്ള രാവിലെ കിട്ടുന്നത് ഒരു കഷ്ണം ബ്രെഡാണ്, പിന്നെ ഇത്തിരി തൈര്, ഭക്ഷണം കൊടുക്കത്തില്ല. ഉച്ചക്കാണ് 50 ഗ്രാം ചോറ്. എന്താണ് ഇപ്പം സ്ലിം ബ്യൂട്ടിയാണ് അഭിരുചി കേരളത്തിൻ്റെ. അപ്പോൾ ഒരു 30 കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള കാര്യങ്ങളില്ലേ. നിങ്ങളോർക്കും ഞാൻ സിനിമാക്കാര്യം പറയണമെന്ന് അല്ല, പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ്? ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 1 Corinthians 7:31. 1 Corinthians 7:31. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ പറയണത്. 1 Corinthians 7:31. നമ്മൾ പറയണ പോലെ നിസ്സാരമല്ല. കോൺഫിഡൻസ് ഒരു വില്ലനാണ്. നമ്മുടെ ആത്മാഭിഷേകത്തിന് വിലങ്ങ് നേടി നിൽക്കുന്നത് എന്താണ്? അഭിരുചികളാണ്. ഈ അഭിരുചികളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം എന്നാ പറയണത്? 1 Corinthians 7:31. ഒന്ന് പറഞ്ഞ്, ലോകത്തിൻ്റെ രൂപഭാവങ്ങള് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ലോകത്തിൻ്റെ അഭിരുചികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ മാറുന്ന അഭിരുചി അനുസരിച്ച് കൊണ്ട് നമ്മൾ അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാലത്തിനൊപ്പം ഓടിയെത്തത്തില്ല. കാലത്തിനൊപ്പം ഓടിയെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകരുത്. അതാണ് പ്രശ്നം. ലോകം ഓടുന്ന ഓട്ടത്തിൻ്റെ പുറകെ ഓടാൻ ദ അനോയിന്റഡ് പേഴ്സൺ ഈസ് നോട്ട് ലയബിൾ. വിശ്വാസി ബാധ്യസ്ഥനല്ല. കൈയടിച്ച് കർത്താൻ ശ്രുതികട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മച്ചി, കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം ആയുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അവരുടെ മകൻ്റെ കല്യാണം പോയി. മകന് 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം പോയി. അവസാനത്തെ കല്യാണം ശരിയാകുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഞാൻ ചോദിച്ചു, കല്യാണം എങ്ങനെയാണ് പോയത്? അത് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ കല്യാണം പോയിരുന്നു. ആര് തമ്മിൽ? പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്നിട്ട് പെണ്ണും ചെറുക്കമായിട്ട് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ കല്യാണം പോയി. അപ്പം ഞാനോടത്ത് അതിനൊക്കെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ പറഞ്ഞു, അതിനൊക്കെ പ്രശ്നം എന്താ? അപ്പം അവൾ പറഞ്ഞ്, നിങ്ങൾ ഫ്രഞ്ച് താടി വെക്കണമെന്ന് പറഞ്ഞു തന്നു. ഞാനും നിങ്ങളെപ്പോലെ ഞാനും വാപ്പൊളിച്ച് സത്യം പറഞ്ഞ ഒരു പരിപാടി. ഫ്രഞ്ച് താടി എന്നറിയാമല്ലോ, പുളുക്കാൻ ഈ സാധനം വെക്കണമെന്ന് പറഞ്ഞു അവൾ.
പിന്നെ ശനിയാഴ്ച ഔട്ട് ഈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോഗ്രാമൊക്കെ പറഞ്ഞു കൊടുക്കുക. കല്യാണത്തിന് മുമ്പ് പ്രോഗ്രാം കൊടുക്കുകയുണ്ട്. ഇനി മെനു കൊടുക്കാൻ ഞാൻ ഭാഗ്യമായി. അപ്പോഴേ ഇപ്പം പറഞ്ഞ് എനിക്കൊന്നും പറ്റാത്ത പരിപാടിയാണ്, എൻ്റെ മുഖത്തിന് ഇണങ്ങത്തില്ലത്. വല്ല ലെനിൻ്റെ പോലെയൊക്കെ ഉണ്ട ഫേസ് ആണെങ്കിൽ ഒരു മുഴുക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതങ്ങനെയുള്ള പരന്ന ഫേസാണ്. അപ്പോൾ അത് മുഴുക്കാൻ പറ്റത്തില്ല. അത് ശരിയാവാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ഒറ്റ കാര്യം കൊണ്ട് അവൾ പറഞ്ഞ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം എന്നാ പരിപാടി, കല്യാണം കിടന്നത് താടി വെക്കാനാണ് ആ രീതിയിലായി. പക്ഷേ അതാണ് ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ. കർത്താവിൻ്റെ വചനം പറഞ്ഞ കറക്റ്റല്ലേ? അതായത് നമ്മളുടെ അഭിരുചികൾ, അച്ഛൻ പറഞ്ഞില്ലേ, അഭിരുചികൾ നിസ്സാര കാര്യമല്ല. ഈ അഭിരുചികളുടെ മേൽ അഭിഷേകം വേണമെന്നാണ് ഈശോ പറയണത്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലെയുള്ള അഭിരുചികളുടെ തടവറകളിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അസ്വസ്ഥകളും അതൃപ്തിയുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവളോട് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താ? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ, അഭിരുചിയുടെ തടവറയിലാണെങ്കിൽ എൻ്റെ അടുത്ത് വരിക. എന്തിനാ വരണത്? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നിട്ട് യോഹന്നാൻ വളരെ വെടിപ്പായിട്ട് പറയും. ഈശോ എന്നാ പറഞ്ഞതെന്നറിയാവോ? വളച്ചു കെട്ടി പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? യോഹന്നാൻ 7:38 തന്നിൽ വിശ്വസിക്കാനിരുന്നവർ പറഞ്ഞ് സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. കൈ അടിച്ച് കടത്താണ്. കർത്താവേ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളിലെ ആവശ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അഭിരുചികളുടെ തളവരെ കിടക്കുന്നവർക്കുണ്ടാകുന്ന അതൃപ്തികളിൽ നിന്ന് കർത്താവേ, അങ്ങയുടെ മക്കളെ സംരക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ലോർഡ് ജീസസ്, pour out his spirit. യേശു സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യേശു സ്തോത്രം, 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 സ്തോത്രം. ഒരുമിച്ച് പാടുക, പാടി പ്രാർത്ഥിക്കുക. ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ്റെ അരുവിയായി സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ,
ജീവജലത്തിനരുവിയായി സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിനരുവിയാ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് പ്രഭാഷകൻ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. പ്രഭാഷകൻ 37-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. പ്രഭാഷകൻ 37-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഉടമ്പടി വെച്ചാലും ചില കാര്യങ്ങൾ കർത്താവ് ഇത് ഡിസേൺ ചെയ്ത് കഴിയുമ്പോൾ, സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് നിനക്ക് ചിലപ്പോൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് അത് തരത്തില്ല. ചിലപ്പോൾ നീ ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും കാര്യങ്ങൾ. പക്ഷെ നിൻ്റെ ഭർത്താവിൻ്റെ അഭിരുചി അനുസരിച്ച് കൊണ്ടും അല്ല നിൻ്റെ ഭാര്യയുടെ അഭിരുചി അനുസരിച്ച് കൊണ്ടും ചിലപ്പോൾ അത് അംഗീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? എല്ലാവർക്കും എല്ലാം നല്ലതല്ല. അപ്പം എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു സഹോദരനെ അറിയാം. അദ്ദേഹം ഗവൺമെൻറ് ജോലി ഇവിടുന്ന് VRS എടുത്ത് ലീവ് എടുത്ത് പോയാ. ഇവിടെ ശമ്പളം കുറവായതുകൊണ്ട് അദ്ദേഹം ലീവ് എടുത്ത് വിദേശത്ത് പോയി. 5 കൊല്ലത്ത് ലീവ് എടുത്ത് വിദേശത്ത് പോയിട്ട് അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ജോലി ഇവിടുത്തെ ജോലി തന്നെ അവിടെ കിട്ടി. പക്ഷെ ശമ്പളം വ്യത്യാസമുണ്ട്, 5 ഇരട്ടിയാണ് ശമ്പളം. ആ പൈസ എല്ലാം അദ്ദേഹം വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് അയച്ചു കൊടുത്തത്. അത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി വൈഫോട് സംസാരിച്ചപ്പോൾ ഒറ്റ പൈസ ഇല്ല. ഒറ്റ പൈസ ഇല്ലെന്നല്ല, വൈഫ് അവർക്കൊരു സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. പണ്ട് ആ സ്റ്റെപ്പിനി ഔട്ട് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നേ. ഇയാളുടെ ആബ്സൻസിൽ ഉണ്ടാക്കിയെടുത്ത സാധനമാണത്. വേറെ ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധം. ഇയാളെ കൂടെ താമസിച്ചപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് തലയും പുകഞ്ഞ് ഓരോരുത്തന്മാർ ഓരോരോ കാര്യം കാണിക്കുമ്പോൾ ഫിക്സ് യുവർ അജണ്ട. നിങ്ങളുടെ കാര്യപരിപാടി ആരാണ് നിശ്ചയിക്കുന്നത്? അയൽവാസിയാണോ അതോ പരിശുദ്ധാത്മാവാണോ? അയൽവാസികൾ ജീവിതത്തിന് അജണ്ട നിശ്ചയിച്ചാൽ വഴിയാധാരമാകാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്താ, കൂട്ടുകാരൻ വിദേശത്ത് പോയി കാശുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ വന്നിവിടെ VRS എടുത്തിരിക്കണം, ലീവ് എടുത്തിരിക്കണത്. ആ കാശ് മൊത്തം ഭാര്യയുടെ കാമുകൻ അടിച്ചു മാറ്റി. ഇപ്പം എന്നാ പറ്റി? ഭാര്യയെ നഷ്ടപ്പെട്ട് ഭാര്യ അയാളുടെ കൂടെ പോയി. ആരുടെ കൂടെ? കുറേ കാശുണ്ടാക്കിയില്ലേ, ആ കാശെല്ലാം ഇവിടെ രണ്ടുപേരുടെയും പേരിൽ അക്കൗണ്ട് ആക്കിയിരിക്കുകയാണ്. ഈ മനുഷ്യന് ചുട്ട് തിന്നാൻ പൈസ ഇട്ടില്ലേ? അതാണ് വചനം പറയണത്. എന്താണ്? നിങ്ങൾ അമ്മയും കൊണ്ട് നടക്കണ എന്താ കാര്യം എന്നറിയാവോ? അമ്മയ്ക്ക് എങ്ങനെ സംസാരിക്കണമെന്നറിയാം, എപ്പോൾ സംസാരിക്കണമെന്നറിയാം, എപ്പോൾ സംസാരിക്കേണ്ടതെന്നറിയാം, എന്താഗ്രഹിക്കണമെന്നറിയാം, എന്താഗ്രഹിക്കണമെന്നറിയാം. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. ഞാൻ ചില സമയത്ത് അമ്മയോട് ചോദിക്കും, ഈ കാലത്തൊഴുത്തിൽ
ആ ഇത്തിരി തുണ്ടൻ സ്ഥലത്ത് ഇങ്ങനെ പെറ്റുകിടന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എന്ന് ചോദിക്കും. മിണ്ടിയില്ലല്ല, വല്ല മിണ്ടിയോ? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറയണത്. 2:19 ലൂക്ക ആ വിഷയത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഞെരുക്കങ്ങളെക്കുറിച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത്. എന്താ കാര്യം? അപ്പായുടെ മനസ്സിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അപ്പ അങ്ങനെയാണ് ആഗ്രഹിച്ചതെങ്കിൽ അപ്പായ്ക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാകും. കാര്യം ഇതെല്ലാം അവസ്ഥ. ഒരു കുരിശെ പോലും കിടക്കുമ്പോൾ വയറ് മുതുകും അപ്പുറത്തിപ്പുറത്തും ചാടുകയാണ്. കുരിശയിലാണ് കിടത്തിയിരിക്കണത്, അവിടെയും സ്ഥലമില്ലാത്ത ഒരാളെയാണ് പെറ്റിരിക്കണത്. പിന്നെ എന്ത് സ്ഥലം കൊടുക്കണമെന്ന് നിങ്ങൾ പറയണത്? അതുകൊണ്ട് ആദ്യം മുതലെയാണ് പഠിപ്പിക്കണത്. ദൈവം നിന്നെ തൻ്റെ സന്തതിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴിയെ നാം പോകും. കൈ അടിച്ച് കർത്താണ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യമേ തന്നെ കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നിമ്മി സെബി. ഞാൻ എറണാകുളം ജില്ലയിലെ കരുപ്പാശ്ശേരി ഇടവകാംഗമാണ്. ഞാനും എൻ്റെ ഭർത്താവും സൗദി അറേബ്യയിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടി ജീവിതം തുടക്കത്തിലൊക്കെ നന്നായിട്ട് പോയി. പിന്നെ അത് എനിക്കങ്ങ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് ഉടമ്പടി എടുക്കാനുള്ള നിയോഗം, ഞങ്ങൾക്ക് 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിരുന്നെങ്കിലും അവർ ചെക്കപ്പ് എല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും പറഞ്ഞില്ല. വൈറ്റമിൻസും അയൺ ടാബ്ലറ്റ്സൊക്കെ തന്നു വിടുമായിരുന്നു. സ്കാനിങ് ഒക്കെ നടത്തി വിടും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അവർ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഉടമ്പടിയിലൂടെ പോകുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സൗദി അറേബ്യയിൽ കിട്ടാത്തൊരു സ്ഥലമാണ്. എങ്കിലും ഞങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾ മുടങ്ങാതെ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട്. കുമ്പസാരിക്കാൻ സാഹചര്യം കിട്ടുമ്പോൾ അതും ഞങ്ങൾ മുടക്കാറില്ല. അങ്ങനെ ഞങ്ങൾ 2024 അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും വീണ്ടും ഡോക്ടേഴ്സിനെ കണ്ടു. അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ല. എങ്കിലും 2024 വീണ്ടും ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാനിവിടെ വന്നു. ഉടമ്പടി പുതുക്കി അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോൾക്ക് ഇത്രയും വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ, എന്നാൽ മോൾക്ക് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചു കൂടെ എന്ന് ചോദിച്ചു. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ ഇപ്പോൾ പറ്റില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. എന്നാലും ചേച്ചി പറഞ്ഞു, മോളൊന്ന് ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചില്ല. ഞാൻ വിചാരിച്ചു, അച്ഛനെപ്പോഴും പറയാറുണ്ടല്ലോ, അച്ഛനെ കാണുന്നതല്ല പ്രാധാന്യം, നമ്മുടെ വിഷയം മാതാവ് എടുത്ത് തിരുക്കുമാരനെ ഏൽപ്പിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രാധാന്യമെന്ന്. ഞാനതിൽ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചുപോയി. തിരിച്ച് നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് സൗദിക്ക് തിരിച്ചു ചെന്ന് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഈ പ്രാവശ്യം പത്രമെല്ലാം പുറത്തൊക്കെ കൊണ്ടു കൊടുക്കണം. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയിമായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് എന്തായാലും കൊടുക്കണം. എന്നെക്കുറിച്ച് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എന്നെക്കൊണ്ട് കഴിയുമെന്നുള്ള ഒരു ചിന്ത എടുത്ത് മാറ്റി ഞാൻ ഒന്നും കൂടി 0 ആവാനായിട്ട് തീരുമാനിച്ചു. ആ നിമിഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളെക്കൊണ്ടൊന്നും കഴിയത്തില്ല. എല്ലാം ദൈവത്തിന് കൊടുത്താൽ അത് അമ്മ കൃത്യസമയത്ത് നമുക്ക് നടത്തി തരും. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും വഴിയരികിലും എല്ലാം കൂടി പത്രമൊക്കെ കൊടുത്തു. കുറച്ച് പത്രം ഞാൻ തിരിച്ച് സൗദിക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പത്രം കൊടുത്തപ്പോൾ എന്നോട് എൻ്റെ 2 ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, രണ്ടാമത് ഉടമ്പടി പുതുക്കിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആയില്ലല്ലോ എന്ന് ചോദിച്ചു. എനിക്കത് വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്തെങ്കിലും പിന്നെ ഞാനത് ചിന്തിച്ചു. ഞാൻ അവരോട് ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലാ സമയമാകുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് നടത്തി തരും. നിങ്ങളുടെയൊക്കെ മുൻപിൽ എൻ്റെ അമ്മ എന്നെ അത് നിറവേറ്റി എനിക്ക് തരും.
പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഞാനിവിടെ ഒരു ദിവസം നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ. പത്രം മേടിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവർക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ഞാനും പ്രാർത്ഥിച്ചു. പത്രം എല്ലാം ഹോസ്പിറ്റലിലെല്ലാം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ദിവ്യബലിക്ക് പോകാനായിട്ട് കഴിയുന്ന സമയങ്ങളിലെല്ലാം ദിവ്യബലിക്ക് പോയി എല്ലാം ഞങ്ങൾ പ്രാർത്ഥനയും എല്ലായിട്ടും ചെയ്തു. അവസാനം ഞങ്ങൾ ഒരു ഡേറ്റ് ഞാനും ഹസ്ബൻഡും കൂടി വെളുപ്പിന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു ഏപ്രിൽ 30 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ആ ഒരു ഡേറ്റ് ഞങ്ങൾ എഴുതി വെച്ചു. ഈശോ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഓരോ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മറ്റുള്ള ഗിഫ്റ്റുകൾ കിട്ടി ഒരു താൽക്കാലിക സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഇനി അത് ഞങ്ങൾക്ക് വേണ്ട. ഇനി ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുവാണെങ്കിൽ അത് അമ്മയും തിരുക്കുമാരനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു സമ്മാനമായിരിക്കണമെന്ന് ഞങ്ങൾ എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം വിട്ടുപോയി. ഞാൻ ഡിസംബറിൽ സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറിയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ സ്കാനിങ്ങിന് കിടന്നു കഴിഞ്ഞ് ഞാൻ അവിടെ എല്ലാം ഇട്ടിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ ഇനി എന്നെ ഈ സ്കാനിങ് റൂമിൽ കയറ്റരുത്. അങ്ങനെ കയറ്റുവാണെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതിനു ശേഷം മാത്രമേ ഞാൻ ഇനി ഇവിടെ കയറി വരാവൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അങ്ങനെ മാർച്ച് മാസം എൻ്റെ LMP എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്തു. നോക്കിയപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഏപ്രിൽ 30 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് അമ്മ വലിയൊരു സമ്മാനം തന്നു. അതുപോലെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ ഡോക്ടറുടെ അടുത്ത് പോവുകയും ആ ക്ലിനിക്കിൽ കയറാനുള്ള സാഹചര്യം എനിക്കുണ്ടായത്. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മകനാണ് ഇത്. ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് കൺട്രാക്ഷൻ വരും, അഡ്മിഷനാവും, പിന്നെ ഡിസ്ചാർജ് ആവും. 2-3 പ്രാവശ്യം അങ്ങനെ അഡ്മിഷൻ ആയെങ്കിൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഒത്തിരി നാൾക്ക് ശേഷം അമ്മ ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ സമ്മാനമാണ്. അമ്മയെ തന്നെ തിരിച്ചേൽപ്പിച്ചു. അമ്മേ നീ ഞങ്ങൾക്ക് തന്നത് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് നഷ്ടമാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ വിശുദ്ധ തൈലം പൂശുമ്പോൾ ഈശോയെ ഞങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ അതുകൊണ്ട് നീ എടുത്തു മാറ്റണേ എന്ന് തൈലം പൂശി ഞാനും ഹസ്ബൻഡും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് എല്ലാം പോസിറ്റീവായി. പിന്നെ എൻ്റെ 9 മാസവും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സഹായത്താലും പിന്നെ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു കുഴപ്പം കൂടാതെ ഞങ്ങളുടെ ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. ഇവനെ ഞങ്ങൾ ജോ അഗസ്റ്റിൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായി ഉണ്ടായത് ഞങ്ങൾക്കൊരു പുതിയ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അത് ശ്രമിച്ചെങ്കിലും പക്ഷേ സാമ്പത്തികമായിട്ട് നടക്കാത്തതുകൊണ്ട് അത് പിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഗവൺമെൻറ് ഭവന പദ്ധതി മൂലം ഞങ്ങൾക്കൊരു വീടിനുള്ള സാങ്ഷൻ കുറേ ശ്രമിച്ചു. പക്ഷേ ഇതെല്ലാം ഓരോ പ്രാവശ്യം അപ്രൂവൽ കിട്ടുമ്പോഴും അതെല്ലാം റിജക്റ്റായി പോവാണ് പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് അതിന് അപ്രൂവൽ കിട്ടിയെങ്കിലും അത് പകുതി ഒരു ചെറിയൊരു സഹായം മാത്രമേ ആവത്തുള്ളൂ. അതിന് മുന്നോട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും എനിക്ക് ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ എന്തായാലും കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകണം, മാതാവിനോട് അപേക്ഷിച്ച മാതാവ് ഒരിക്കലും കൈവിടത്തില്ല, എന്തെങ്കിലും ഒരു വഴി അമ്മ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചനും അമ്മച്ചും കൂടി വെളുപ്പിന് ഞായറാഴ്ച ദിവസം ധ്യാനം കൂടാൻ ഇവിടെ വരും. അങ്ങനെ ധ്യാനം കൂടാൻ വന്ന ഒരു ദിവസം ഇവർ പറഞ്ഞു ബാക്കി വീടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പച്ചൻ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളവിടെ പോയി അമ്മയുടെ ആ ഒരു കരുതലും സ്നേഹവും എല്ലാം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ പള്ളിയിലൊക്കെ വന്നതിനെ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പച്ചൻ ആദ്യമായിട്ട് പോയി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ അൾത്താരയുടെ മുമ്പിൽ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ കാരണം എൻ്റെ അപ്പനും അമ്മയും മറ്റുള്ളവരും കൂടി ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവുകയും ചെയ്ത്. അതുപോലെ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തും ഞാൻ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഓൺലൈൻ ഉടമ്പടി എങ്ങനെ എടുക്കണ്ടേന്നും തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ 2-3 പേരെ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഭവം ഉണ്ടായത് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപമുണ്ട്. ആ രൂപമാണ് ഞാൻ സ്വപ്നം കണ്ടത്.
പക്ഷെ ആ രൂപത്തിൽ മാതാവ് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വപ്നത്തിൽ മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ഞാനന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്, മാതാവും ആ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ കണ്ടേന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മുടെ കാര്യം എന്തായാലും മാതാവ് തിരുക്കുമാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളൊരു മറുപടിയും പറഞ്ഞു. അങ്ങനെ ഒത്തിരിയധികം അനുഭവങ്ങളും അത്ഭുതങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും വഴി ഞങ്ങൾക്ക് നൽകിയതിന് 1000 നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ അവിടെ ആയിരുന്നതുകൊണ്ട് നാട്ടിലേക്ക് സാമ്പത്തികമായ സഹായമാണ് ഞങ്ങൾ ചെയ്തത്. അനാഥാലയങ്ങളിലൊക്കെ സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. പിന്നെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഓഫ് അനുസരിച്ച് ഞാൻ പോയി രോഗികളെ കാണുമായിരുന്നു. പിന്നെ ആത്മീയമായൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, നമുക്ക് എപ്പോഴും നമ്മുടെ മെൻറ്റാലിറ്റി നമ്മളോട് പല വിധത്തിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ പോയ സമയത്ത് എനിക്ക് എന്നെ തന്നെ വിശദീകരിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കരുണയാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് നടത്തുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാര്യങ്ങൾ നടക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് സ്വയം സീറുവായുവാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുമെന്ന് പൂർണ്ണമായൊരു വിശ്വാസമാണ് എനിക്ക് ഉടമ്പടികളിലൂടെ ലഭിച്ചത്. അതുപോലെ തന്നെ എൻ്റെ മദറിലോ പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടമ്പടി ഇങ്ങനെ മുടങ്ങിപ്പോയിരുന്നു. പക്ഷേ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഉടമ്പടി എടുത്ത് എനിക്ക് പോലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ല. അമ്മച്ചിയാണല്ലോ ആദ്യം സ്വപ്നം കണ്ടേ. അതുമല്ല, അമ്മച്ചി സ്വപ്നം കണ്ട മാതാവാണ് പിറ്റേ മാസത്തെ പത്രത്തിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മച്ചി പറഞ്ഞു, ഞാൻ കണ്ട മാതാവാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നേക്കണേ. അങ്ങനെ ഒരു അനുഭവം കൂടി എൻ്റെ മദറിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ അനുഭവങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മേനെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെയ്സി തോമസ്. ഞാൻ എറണാകുളം പാലങ്ങാട് ഭാരതനാഴി ഇടവകയിൽ നിന്നും വരുന്നു. 2022 മെയ് 13 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് ഞാനൊരു വിഷമസന്ധിയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വരുമാനമായിരുന്ന കട ഞങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നവർ അത് വാടക തരാതെ ഞങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. ഉടമ്പടി എടുത്തതിൻ്റെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുമതി വന്നു ഞങ്ങൾക്ക് കട തുറന്ന് കിട്ടാൻ വേണ്ടി. ഞങ്ങളാദ്യം അത് വാടക കിട്ടായിരുന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ പോലീസുകാർ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചത് ഞങ്ങൾക്ക് ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് കോടതിയിൽ കേസ് കൊടുക്കണമെന്നാണ്. അങ്ങനെ കേസ് കൊടുത്തപ്പോൾ വക്കീൽ പറഞ്ഞത് ഇത് 3-4 വർഷം നീണ്ടുപോകുന്ന ഒരു കേസാണ് എന്ന്. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൻ്റെ 3 മാസം കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് വിധി വന്നത് ഞങ്ങൾക്ക് അനുകൂലമായി. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ കോടതിയിൽ ആമീൻ വന്ന് ഞങ്ങൾക്ക് കട തുറന്നു തരികയും ഇപ്പോൾ ഞങ്ങളത് വേറെ ആൾക്കാർക്ക് വാടക കൊടുത്ത് അതിൻ്റെ വാടക ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ മകന് 29 വയസ്സായിട്ടും അവനൊരു നല്ല ജോലിയില്ലായിരുന്നു. ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് അതിൻ്റെ അടുത്ത മാസം തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവനെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊടുത്തു വിട്ടിരുന്നു. അതിൻ്റെ ഫലമായി അവന് ഇൻ്റർവ്യൂ പാസ്സാകുകയും അവിടെ അക്കൗണ്ടൻ്റായി എൻ്റെ മകൻ്റെ ജോലി ലഭിക്കുകയും ചെയ്തു. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഇതിനെല്ലാം ഞാൻ മാതാവിനെ 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ സഹോദരൻ വിൽക്കാനിട്ടിരുന്ന 10 വർഷത്തോളമായി വിൽക്കാനിട്ടിരുന്ന സ്ഥലം അവന് വിൽക്കാൻ സാധിക്കാതെ വളരെ വിഷമിക്കുമായിരുന്നു. ഞാനും എൻ്റെ സഹോദരൻ്റെ കുടുംബവും നിയോഗത്തിൽ ഈ കാര്യം വെച്ചിരുന്നു.
കഴിഞ്ഞ വർഷം ജപമാല റാലിയുടെ സമയത്ത് ഞാനും സഹോദരനും കുടുംബവും ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധം ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ബാനർ റാലിയിൽ പങ്കെടുത്തതിൻ്റെ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനെ വിൽക്കാൻ സാധിക്കാതെ കിടന്ന ആ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും ചെയ്തു. അടുത്ത സാക്ഷ്യം, ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അത് നിലമായി കിടക്കുമായിരുന്നു. അത് തരം മാറ്റൽ ചെയ്ത് കിട്ടാനായി ഞങ്ങൾ ആർഡിഒ ഓഫീസിൽ കൊടുത്തിരുന്നു. അത് നിലമായിട്ട് കിടന്നുകൊണ്ട് കുറേ വർഷമായി. ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞങ്ങളത് വിൽക്കാനായിട്ടൊക്കെ നോക്കിയപ്പോൾ അത് നിലമായിട്ടാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞു. പിന്നെ അത് ഞങ്ങൾ ആർഡിഒ ഓഫീസിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തരം മാറ്റി കിട്ടുവാൻ ഫീസായിട്ട് 43,000 രൂപ കൊടുക്കണമെന്ന് അവിടെ അടയ്ക്കണമെന്ന് അറിയിച്ചിരുന്നു. ഞാൻ അവിടെ ആർഡിഒ ഓഫീസിൽ വന്ന് പരാതി കൊടുക്കാൻ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ പിടിക്കുകയും ഉപ്പിട്ട് അവിടെ മുറിയുടെ ആർഡിഒ ഓഫീസിൻ്റെ മുറിയിൽ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫലമായി ഞങ്ങൾക്ക് ഇന്നലെ ഞാൻ അറിഞ്ഞു, ഞങ്ങൾക്ക് ഫീസില്ലാതെ തന്നെ ആ സ്ഥലം തരം മാറ്റൽ കിട്ടിയെന്ന്. പിന്നീട് എനിക്ക് ഇത് കൂടാതെ എൻ്റെ കാലിൽ കുറച്ച് സ്ഥലത്തെ ഭയങ്കര ചോർച്ചിൽ വരികയും അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് കിട്ടുകയും ചെയ്തു. പിന്നീട് ഞാൻ ഉടമ്പടി എടുത്ത് മെയ് മാസത്തെ ഉടമ്പടി എടുത്ത് ആ മാസം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് ആ കാലിലും കൂടുതൽ സ്ഥലത്ത് ചൊറിച്ചിൽ വരികയും അത് കൂടുതൽ സ്ഥലത്തേക്ക് കൈകളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്തു. ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് സീരിയസായ രോഗമാണ്. ഞാൻ ചോദിച്ചു, ഇതെന്ത് സോറിയാസിസ് വല്ലതും ആണോയെന്ന് ചോദിച്ചപ്പോൾ അതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ഭയം ഉണ്ടായില്ല. ഞാൻ പിന്നെ വേറൊരു ഹോമിയോ ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് ചൊറിച്ചിലിന് കുറവൊന്നുമില്ലായിരുന്നു. കൂടുതൽ സ്ഥലത്തേക്ക് വയറിൻ്റെ അവിടെയും കാലിൻ്റെ കൂടുതൽ ഭാഗത്തേക്കും വ്യാപിക്കുകയും ചെയ്തു. ഞാൻ അപ്പോഴൊക്കെ മാതാവിൻ്റെ തൈലം പുരട്ടുകയും ഉപ്പിട്ട വെള്ളത്തിൽ ഇവിടുന്ന് കൃപാസനത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുകയും തൈലം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ആദ്യത്തെ ഉടമ്പടി പൂർത്തിയാകുന്നതിന് 3 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരത്തിലെ ചൊറിച്ചിലുകളും പാടുകളൊക്കെ മാറിക്കിട്ടി. ഇത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നീട് ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലും അസ്വസ്ഥതയും ഉണ്ടാവുകയും എഴുന്നേറ്റിരുന്നപ്പോൾ തല കറങ്ങുകയും ഉണ്ടായി. ഞാൻ മോനോട് പറഞ്ഞ് മാതാവിൻ്റെ ഉപ്പിട്ട ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറഞ്ഞു. അത് കുടിച്ചു. പിന്നെ മാതാവിൻ്റെ ഇവിടെ കൃപാസനത്തിലെ തേനും തൈലവും ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ച് എനിക്ക് ECG എടുക്കുകയും എൻ്റെ പ്രഷറും ഷുഗറും എല്ലാം നോക്കുകയും ചെയ്തു. ആ സമയത്തിലെല്ലാം ഞാൻ മാതാവിൻ്റെ കാശുരവും എൻ്റെ കൈകൾ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് എല്ലാം നോർമലായിരിക്കുകയും എനിക്ക് 5 മണിയോടുകൂടെ എൻ്റെ അസുഖമൊക്കെ മാറി എനിക്ക് വീട്ടിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസന പേപ്പർ 2 കെട്ടും ചിലപ്പോൾ 3 കെട്ടും വാങ്ങിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യുകയും അവിടെ രോഗികൾക്ക് പൈസ ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും പിന്നെ വൃദ്ധസദനത്തിൽ അവർക്ക് പൈസ സഹായം ചെയ്യുകയും എന്നോട് ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്ക് പൈസ ദാനം കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ചില ദിവസം മുടങ്ങിപ്പോയാൽ പിറ്റേ ദിവസം ഞാൻ കൂടുതൽ നേരം ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ പങ്കെടുക്കുകയും പിന്നെ ചെയ്തിരുന്നു. കുമ്പസാരിക്കാൻ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രാർത്ഥന. കൂടാതെ എനിക്ക് സ്വപ്നത്തിൽ ഒരു ദിവസം ഞാൻ മാതാവിനെയും ഈശോയെയും അച്ഛനെയും പെട്ടെന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ കാണുകയും ചെയ്തിരുന്നു.
പരിശുദ്ധമ്മയും തിരുക്കുമാനും എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ആയിരം നന്ദി പറയുന്നു.